അങ്ങനെ അവസാനത്തെ ക്യാരക്ടർ പോസ്റ്ററും അവതരിപ്പിച്ചു കഴിഞ്ഞു. ക്യാരക്ടർ നമ്പർ 1 ഖുറേഷി എബ്രഹാം AKA സ്റ്റീഫൻ നെടുമ്പള്ളി. ഇത്തവണ ഖുറേഷി അങ്ങ് റഷ്യയിൽ നിന്നും ഇങ്ങ് കൊച്ചു കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എങ്ങനെ എത്തി എന്നതാണ് ഇനി അറിയേണ്ടതും. എന്നാൽ ഇപ്പോൾ അവതരിപ്പിച്ച ഈ ലുക്ക് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ലൂസിഫറായി മാറിയ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയായിരുന്നു ലൂസിഫർ എന്ന ആ പേര് കറക്റ്റ് യോജിക്കുന്നത്. മോഹൻലാലിന്റെ ഗെറ്റപ്പ് തന്നെ മാറിയിരിക്കുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ലൂസിഫറിലേക്ക് മോഹൻലാലിന്റെ തീപ്പൊരി മാറ്റം. നീണ്ട 35 ക്യാരക്ടർ പോസ്റ്ററുകൾക്കിപ്പുറം നായകന്റെ പോസ്റ്റർ പുറത്തുവിട്ട് എമ്പുരാൻ ടീം. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രഹാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കറുത്ത വസ്ത്രം ധരിച്ച് കണ്ണുകളിൽ എരിയുന്ന അഗ്നിയുമായി സ്വാഗിലാണ് മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. പോസ്റ്റർ നിമിഷ നേരങ്ങൾക്കുള്ളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. നേരത്തെ പൃഥ്വിരാജ് അവതരിപ്പിച്ച സായിദ് മസൂദിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോകളും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. സായിദ് മസൂദിന്റെ ഭൂതകാലത്തിന് ഒരു വലിയ പ്രാധാന്യം എമ്പുരാനിൽ ഉണ്ടാകുമെന്ന് വീഡിയോയിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ അണ്ടർവേൾഡ് കിങ് ആയി മാറിയെന്നും ഖുറേഷിയും സായിദും തമ്മിലുള്ള ബന്ധവും സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് പൃഥ്വി പറയുന്നത്. എന്നാൽ ഖുറേഷിക്കും പറയാൻ കഥകളുണ്ട്. ചിത്രത്തെക്കുറിച്ചും ഫ്രാഞ്ചൈസിയെക്കുറിച്ചും മോഹൻലാൽ സംസാരിക്കുന്ന വീഡിയോക്കൊപ്പമാണ് അണിയറ പ്രവർത്തകർ ക്യാരക്ടർ പോസ്റ്റർ അവതരിപ്പിച്ചിരിക്കുന്നത്. താൻ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രഹാമിന്റെ ലോകമാണ് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് എന്നാണ് മോഹൻലാൽ വീഡിയോയിൽ പറയുന്നത്. ഈ കഥാപാത്രത്തിന്റെ കഥ അറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ കഥയുടെ 3ാം ഭാഗവും കാണേണ്ടി വരും എന്നും മോഹൻലാൽ പറഞ്ഞു. ഖുറേഷി എബ്രഹാമിന്റെ ലോകമാണ് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. ഖുറേഷി എങ്ങനെ തന്റെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി എബ്രഹാമിന്റെ അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ കഥയുടെ 3ാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ 3ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും എന്ന് മോഹൻലാൽ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഖുറേഷി എബ്രഹാം എന്ന അധോലോക നായകൻ, ആ നായകന് ശേഷം ഒരു എതിരാളിയില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഒരു എതിരാളി കൂടി വരികയാണ്. ഖുറേഷിയെ തൊടാൻ ശക്തിയുള്ള മറ്റൊരു സൂപ്പർ വില്ലൻ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പൃഥ്വിരാജ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊറിയൻ താരം ഡോൺലി മുതൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് താരം റിക് യൂണിന്റെ പേരുകൾ വരെ പ്രേക്ഷകർ ആ വില്ലൻ സ്ഥാനത്തേക്ക് പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വില്ലൻ ഉണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഒന്നും ഇതുവരെയും അവതരിപ്പിച്ചില്ലെങ്കിലും മോഹൻലാൽ തന്നെ പറയുന്നു 3ാം പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന സംഭവങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന്. ആ ലീഡ് ചെയ്യാൻ പോകുന്നത് ഒരു മെയിൻ വില്ലനെ കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പല വില്ലന്മാരെക്കാളും മുകളിൽ മറ്റൊരു അടാറ് വില്ലൻ സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പൃഥ്വിരാജ് നൽകിയിരിക്കുന്നത്. കബൂഗയും ബൽരാജും ഒക്കെ വില്ലൻ കഥാപാത്രങ്ങളിൽ വരുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയൊരാൾ ഇതിൽ ഉറപ്പാണ്. ഒരു ചോദ്യചിഹ്നം പോലെ പൃഥ്വിരാജ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഖുറേഷിയെ തൊടാൻ ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഇല്ലെന്ന ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റായിരിക്കാം എന്നാണ് ക്യാരക്ടർ പോസ്റ്ററിനൊപ്പം പങ്കുവച്ച വീഡിയോയിൽ പൃഥ്വിരാജ് പറയുന്നത്. ഇത് മറ്റൊരു വില്ലനാകാനുള്ള സാധ്യത തുറന്നു വെക്കുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ പിന്നെ അങ്ങോട്ട് സജീവ ചർച്ചയായി. ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന അണ്ടർവേൾഡ് സിൻഡിക്കേറ്റിനെ തൊടാൻ മാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ട് പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നു അല്ലെങ്കിൽ തെറ്റായിരുന്നു? ബാക്കി എമ്പുരാനിൽ കാണാം എന്ന് പറഞ്ഞാണ് പൃഥ്വിരാജ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെയും ഖുറേഷി എബ്രഹാം എന്ന ക്രൈം സിൻഡിക്കേറ്റിന്റെ തലവനായും മോഹൻലാൽ എത്തിയ ലൂസിഫറിൽ അദ്ദേഹത്തിന്റെ ജനറലായ സായിദ് മസൂദ് എന്ന കഥാപാത്രത്തെ ആയിരുന്നു പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. ആദ്യ ഭാഗത്തിൽ കുറച്ചുനേരം മാത്രമാണ് സായിദ് മസൂദ് സ്ക്രീനിലെത്തിയതെങ്കിൽ എമ്പുരാനിൽ സായിദ് ഒരു പ്രധാനപ്പെട്ട റോളിൽ തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് സംവിധായകൻ പൃഥ്വിരാജ് നൽകുന്നത്. സായിദിന്റെ ഭൂതകാലത്തേക്കും അയാളുടെ ലോകത്തേക്കും എമ്പുരാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററിനൊപ്പം പങ്കുവച്ച വീഡിയോയിൽ പൃഥ്വിരാജ് പറയുന്നത്. അപ്പോൾ ഖുറേഷിയും സായിദ് മസൂദും ഇവർ രണ്ടുപേരുടെയും കഥകളിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. എന്നാൽ ഖുറേഷിക്കും മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ കൂടി അവതരിക്കും. അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന എമ്പുരാനിലെ വലിയൊരു സർപ്രൈസ്.